വെള്ളരിക്കയും മുരിങ്ങാക്കായും ചേർത്ത് പുളിങ്കറി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ചെറിയൊരു വെള്ളരിക്കയും 2 മുരിങ്ങാക്കായും കട്ട് ചെയ്ത് ഒരു മൺചട്ടിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ കഷ്ണങ്ങൾ വേവാൻ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നതിന് വേണ്ടി ചെറിയൊരു നാരങ്ങ വലുപ്പത്തിൽ പുളി കുതിരാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മുരിങ്ങാക്കായും വെള്ളരിക്കയും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം 2-3 മിനിറ്റ് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ സമയം തേങ്ങയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ജീരകവും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം കറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിട്ടുള്ള തേങ്ങയും ഗ്രേവിക്ക് വേണ്ടി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പിന്നെ കറിയിൽ ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ടതിന് ശേഷം കറി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. കറി ഇപ്പോൾ നല്ലപോലെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് അടുപ്പത്ത് നിന്ന് മാറ്റിവെക്കാം. പിന്നെ വെളിച്ചെണ്ണയിൽ കടുകും ഉലുവയും ഇട്ട് പൊട്ടി വരുന്ന സമയം വറ്റൽമുളക് കൂടി ചേർത്ത് നല്ലപോലെ മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം.